ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധവും അതിനെ തുടർന്നുള്ള ആഗോള പ്രതിസന്ധികളും കാരണം പാചകവാതകത്തിന് വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ എന്ന ഏകാധിപതി വാണിരുന്ന കാലത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറും ബാക്കിയുള്ള കുക്ക് ടോപ്പൊക്കെ വെറും സെക്കൻഡറി യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ക്ഷാമം ഇങ്ങ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്കൻഡറി സോഴ്സുകളെ പ്രൈമറി സോഴ്സുകളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരൊരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന മറ്റൊരു ടേമാണ് ഇൻഫ്രാറെഡ് കുക്കർ, അതുപോലെ പ്ലാസ്മ കുക്കർ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ പിന്നിലെ ഇലക്ട്രോണിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് കുക്ക്വെയറിലെ ഇൻഡക്ഷൻ കുക്കറിനെ നമുക്ക് വേഗതയുടെ രാജാവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുക്കളയിലെ മിന്നൽ മുരളി. കാരണം സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വെള്ളം തിളപ്പിക്കാനും കറികൾ പാകം ചെയ്യാനും ചൂടാക്കാനും അതിന് ഇൻഡക്ഷൻ കുക്കറിനെ കഴിഞ്ഞാൽ മറ്റാരും ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്കർ ഇത്രയധികം പ്രചാരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുതന്നെയാണ്, വേഗത. പിന്നെ രണ്ടാമത് ഫ്ലെയിമിൻ്റെ അഭാവം. അതായത് നിങ്ങൾക്ക് നല്ല കാറ്റുള്ള മുറിയിലോ അല്ലെങ്കിൽ ഫാനിട്ടുള്ള അടുക്കളയിലോ എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീയുടെ ഒരു സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് എൻവയോൺമെൻറ്റിലും സേഫായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ സേഫായിട്ട് തന്നെ അതിൻ്റെ സർഫസിൽ കുറച്ച് സമയത്തിന് ശേഷം നമുക്കത് തൊടാനും തൂത്ത് വൃത്തിയാക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അതുപോലെ പാത്രം മുഴുവനായിട്ട് ചൂടാവുന്നില്ല, അതിൻ്റെ അടിഭാഗം മാത്രമേ നല്ല രീതിയിൽ ചൂടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിൻ്റെ അരികിലോ അങ്ങനെ ആക്സിഡൻ്റലായിട്ട് തൊട്ടാൽ പോലും നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ബേൺസ് ഉണ്ടാകത്തില്ല എന്നുള്ളത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കൺവെൻഷണൽ കുക്കിംഗ് സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 90% മേളിൽ എഫിഷ്യൻസി ഇൻഡക്ഷൻ കുക്കിങ്ങിനുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രം തന്നെ കുക്ക്വെയർ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇൻഡക്ഷൻ കുക്കറിലുള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആയിട്ടുണ്ട്. നമുക്ക് ടൈമറുകളുണ്ട്. നമുക്ക് ഒരു സമയം നിശ്ചിത സമയത്തിൽ നമ്മളിപ്പോൾ നടക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഫുഡ് പാകം ആയിട്ടിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രിപ്പ് സംവിധാനങ്ങൾ, ടെമ്പറേച്ചർ കൂടിയ ട്രിപ്പായി പോകാനും അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ ലഭ്യമാണ്. പിന്നെ ഓരോ കുക്കിംഗ് മോഡുകൾ, നമുക്ക് സൂപ്പ് വേണോ, അല്ലെങ്കിൽ മിൽക്ക് കുക്ക് ചെയ്യണോ, അല്ലെങ്കിൽ റൈസ് കുക്ക് ചെയ്യണോ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള മോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് അനായാസം കൃത്യമായിട്ട് തന്നെ പാചകം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാൽ തന്നെ ചില ഡിസഡ്വാൻറ്റേജുകൾ ഇതിലുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നിങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മറക്കാൻ സാധ്യതയില്ല. അതായത് നമ്മളിവിടെ പാല് വെച്ചതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. എന്നാൽ ഒരു സെക്കൻഡ് നമ്മൾ വൈകി പോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ മുഴുവൻ പാലഭിഷേകമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പാല് തിളപ്പിക്കുക എന്നുള്ളത് ഒരു വളരെ സ്ലോ ആയിട്ട് ലീനിയറായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് അടി പിടിക്കാനും കരിഞ്ഞു പോകാനും അതുതന്നെയല്ല പെട്ടെന്ന് തിളച്ച് പൊങ്ങാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് പാല് കുക്ക് ചെയ്യാനുള്ള ഒരു മോഡുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തൂവിപ്പോവും. ഇനി ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ മിൽക്കിൻ്റെ മോഡിൽ അല്ലെങ്കിൽ എന്താ പറയുക വളരെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനിലേക്കാണ് അത് ഇടുന്നെങ്കിൽ പോലും വളരെ ഷോർട്ടായിട്ടുള്ള ബേസ്റ്റുകൾ, അതായത് ഇപ്പോൾ ഇൻഡക്ഷനിലേക്ക് കൊടുക്കുന്ന ആ എനർജി കുറഞ്ഞ സമയത്താണ്, പക്ഷേ അത് ഫുൾ എനർജി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇടി ഇടിക്കും, പക്ഷേ ഇടിക്ക് ഫുൾ പവർ ഉണ്ട്, പക്ഷേ ഷോർട്ട് ടൈമിലേക്കായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൾസ് കൊടുക്കുമ്പോൾ ഒരിക്കലും അതൊരു ലീനിയർ ഷേപ്പിലേക്ക്, ഒരു ഗ്യാസ് കത്തിച്ച് അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് കോയിൽ കത്തിച്ച് വരുന്ന ആ ഒരു റേഞ്ചിലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു നോൺ ലീനിയാരിറ്റി അവിടെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും പറ്റാറുണ്ട്. ഒരല്പം ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നല്ലെങ്കിൽ ആശൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, ഒന്നല്ലെങ്കിൽ തീരെ വേഗത്തിലായിരിക്കും, അല്ലെങ്കിൽ കരിഞ്ഞു പൊരിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പോരായ്മകൾ. ഇതിനെല്ലാം ഉപരി ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നത്, നമുക്കറിയാം അലുമിനിയം പാത്രങ്ങൾ, അതുപോലെ തന്നെ സെറാമിക്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്കതിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ സ്റ്റീലോ അല്ലെങ്കിൽ അയണിൻ്റെ കണ്ടൻറ്റുള്ള പാത്രങ്ങളാണ് അതിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ AC DC ആക്കുന്നു. 230 വോൾട്ട് AC DC ആക്കിയതിന് ശേഷം അതിനെ വീണ്ടും നമ്മൾ ഹൈ ഫ്രീക്വൻസി പൾസുകളാക്കി മാറ്റുന്നു. അത് മൈക്രോ കൺട്രോളറിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി IGBTയും റെസൊണൻസ് സർക്യൂട്ടുകളെല്ലാം അതിൽ തന്നെ എംബഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹൈ ഫ്രീക്വൻസി നമ്മളൊരു കോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോയിലിൽ ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും ഏകദേശം 50 kHz ആ റേഞ്ചിലായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഈ ഒരു ശക്തമായ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്റ്റീലോ ഇരുമ്പോ കൊണ്ടേ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ ഈ ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു EMF രൂപപ്പെടും. അതിനാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ഒരു സെറ്റ് കോയിൽ നിങ്ങൾ നല്ല രീതിയിൽ ചുറ്റിയെടുത്തിട്ട് അതിലേക്ക് AC കൊടുക്കുക. തൊട്ടടുത്ത് മറ്റൊരു കോയിലും വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വച്ചിരിക്കുന്ന നമ്മുടെ ഈ കണ്ടക്ടർ, അതായത് ഈ പാത്രത്തിൽ ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതായത് ഒത്തിരി കൂടുതലല്ല, ഒത്തിരി കുറവല്ലാത്ത ഒരു മീഡിയം റേഞ്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചൂടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു മീഡിയം റെസിസ്റ്റൻസ് ഉള്ള ഇരുമ്പ് അല്ലെങ്കിൽ ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയൽ വെക്കുമ്പോൾ അതിൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ എന്തായാലും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൂട് വരും. എന്നാൽ നിങ്ങൾ അലുമിനിയം പോലുള്ള വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പാത്രങ്ങളാണ് വെക്കുന്നെങ്കിൽ ആ ഒരു ചൂട് അവിടെ ഉണ്ടാകത്തില്ല. കാരണം റെസിസ്റ്റൻസ് വളരെയധികം തീർത്തും കുറവാണ്. ഒരു സാധാരണ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടക്ടർ പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈ എററൊക്കെ വരുന്നത്. ഇനി ഹൈലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് വെച്ചാലും ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല, അപ്പോഴും ചൂട് വരത്തില്ല. അപ്പോൾ ഇരുമ്പ് ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ ഇൻഡക്ഷൻ കുക്കറിൽ സപ്പോർട്ട് ആവത്തുള്ളൂ. ഇനി നമ്മൾ ഇരുമ്പിന് പറയുന്നത് ചെമ്പ കൊണ്ട് വയ്ക്കുന്നെങ്കിൽ നല്ല കണ്ടക്ടറാണ് ചെമ്പ്, പക്ഷേ അവിടെ ഒരു ചൂടുണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു റെസിസ്റ്റൻസ് കൂടിയ പാത്തിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചൂട് കൂടുതലായിരിക്കുമല്ലോ. ഇനി റെസിസ്റ്റൻസ് കുറവുള്ള പാർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചൂടും കുറവായിരിക്കും. ഇതേ തത്വം തന്നെയാണ് ഇതിനകത്തും സംഭവിക്കുന്നത്. ഇനി ഇൻഡക്ഷൻ കുക്കറിൻ്റെ കൂടെ തന്നെ ഗ്യാസിൻ്റെ ക്ഷാമം വന്നപ്പോൾ തലപൊക്കി വന്ന മറ്റൊരു കൂട്ടരാണ് നമ്മുടെ ഈ പറയുന്ന ഇൻഫ്രാറെഡ് കുക്കർ. നമുക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു പുതുമ തോന്നും, പക്ഷേ ഒരിക്കലും അതൊരു പുതിയ ടെക്നോളജിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് 90കളിലൊക്കെ നമ്മുടെ വീടുകളിൽ സെറാമിക് ബേസ് ചെയ്തിട്ടുള്ള പോട്ടുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചിരുന്നു, ആഹാരം പാകം ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലുള്ള പ്രത്യേക സ്ട്രക്ചറിനകത്ത് 6 ആയിട്ടുള്ള നിക്രോം കമ്പികൾ കെട്ടിയിട്ടുള്ള ഒരു സംഗതി. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ 230 വോൾട്ട് AC കൊടുക്കുന്നു. അന്ന് ഈ പറയുന്ന മൈക്രോ കൺട്രോളർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് കൺട്രോൾ ചെയ്യേണ്ട വലിയ സെറ്റപ്പുകളൊന്നുമില്ല. കൂടി വന്ന ഒരു തെർമോസ്റ്റാറ്റ് കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു സംഗതികളൊക്കെ കണ്ടത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു ഫോമാണ് നമ്മുടെ ഇന്നത്തെ ഇൻഫ്രാറെഡ് കുക്കർ. അതായത് പഴയ വീഞ്ഞ് തന്നെ പുതിയ കുപ്പിയിലേക്ക് മാറ്റി എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നടക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഫിസിക്സ് ആണ്. ഒരു ഹീറ്റിംഗ് കോയിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അത് ചൂടാവുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കൺട്രോൾ സർക്യൂട്ടറി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോളും അതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻഡക്ഷൻ കുക്കറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏത് പാത്രവും വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് മൺചട്ടി വേണോ, മൺചട്ടി വയ്ക്കാം. അലുമിനിയം, ചെമ്പോ, എന്ത് സംഗതി വേണമെങ്കിലും അതിനകത്ത് വയ്ക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇൻഡക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലീനിയർ ആയിട്ടുള്ള റെസ്പോൺസാണ്. അതായത് നമുക്ക് ആഹാരമൊക്കെ വളരെ മന്ദാഗ്നിയിൽ പാകം ചെയ്യേണ്ട ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ച് കറിക്കൂട്ടുകളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും. കാരണം ഇത് ഓണായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഓഫായി കഴിഞ്ഞാലും കുറച്ച് സമയം ചൂട് നിൽക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് കുക്കറൊക്കെ വെച്ച് പാല് തിളപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം മിൽക്ക് കുക്കറിൽ തന്നെ 2 ലെയറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം നിറച്ചിട്ടാണ് വളരെ യൂണിഫോമായിട്ട് ചൂടെത്തിച്ചാണ് പാല് തിളയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഈ കുക്കറെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ അത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യവശം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ ഇത് അത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓഫ് ചെയ്താലും ഇതിനകത്തെ ചൂട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കിടക്കും. ഇനി അബദ്ധവശാൽ നമ്മൾ പാത്രത്തിൽ കയറി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുരിഞ്ഞ സൗണ്ട് അവിടെ കേൾക്കും, കൈ പൊള്ളുകയും ചെയ്യും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സർഫസിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള കറിക്കൂട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തിളച്ച് പൊന്തി വീണ് കഴിഞ്ഞാൽ കറ പിടിച്ച് കരിക്കട്ടയാവും. അതായത് ആ ഒരു സർഫസിൻ്റെ ആ ഷൈനിങ് ഒക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പുക വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ സർഫസ് ചൂടാക്കിയിട്ടാണ് പാത്രത്തിലേക്ക് കൊടുക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയല്ല, പാത്രമാണ് സ്വയം ചൂടാവുന്നെങ്കിൽ ഇവിടെ സർഫസ് ആദ്യം ചൂടാക്കുന്നു, എന്നിട്ട് ആ ഒരു ഹീറ്റ് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ദൂഷ്യവശമാണ്, നമ്മളിത് വർക്ക് ചെയ്യുമ്പം നമ്മുടെ അന്തരീക്ഷവും കൂടെ ചൂടാവും എന്നുള്ളത്. അപ്പോൾ അത് കാരണം വളരെയധികം സമയം അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഹൈ റേഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസമാണ്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം കൂടിയാണ്. ഇനി നമുക്ക് ഒരു കാലത്ത് വളരെ റെയറായിട്ട് കാണപ്പെട്ടതും എന്നാൽ ഇന്ന് മിക്ക വീടുകളിലുള്ള ഒരു ഉപകരണമാണ് മൈക്രോവേവ് ഓവൻ. അപ്പോൾ ഈ ഓവൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ പാത്രത്തെ ചൂടാക്കുന്നില്ല, ചൂട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മൈക്രോവേവ് എനർജിയെ ആഹാരം തന്നെ ചൂടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ടാർഗറ്റ് ചെയ്ത മിസൈൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തേണ്ടിടത്ത് ചൂട് എത്തും, ബാക്കിയുള്ള സർഫസ് തണുത്തു ഇരിക്കും. ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ഒരു കറി പെട്ടെന്ന് ചൂടാക്കണം, ഇൻഡക്ഷൻ കുക്കറെ വെച്ച് കഴിഞ്ഞാൽ അടിച്ചത്തെ ഭാഗം നന്നായിട്ട് ചൂടാവും, മുകളിൽ തണുത്തിരിക്കും.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഹീറ്റിംഗ് കോയിലുള്ള ഇൻഫ്രാറെഡ് കുക്കറാണ് യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയമെടുത്ത് യൂണിഫോം ആയിട്ട് തിളച്ച് വരും. എന്നാൽ നമ്മൾ ഈ ഒരു സംഗതി ഓവനിലാണ് വയ്ക്കുന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് യൂണിഫോം ആയിട്ട് ചൂടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മൈക്രോവേവ്സ്, വളരെ ഉയർന്ന പവറിലുള്ള മൈക്രോവേവ്സ് ആഹാര സാധനങ്ങളിലേക്ക് കയറുമ്പോൾ അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള വൈബ്രേഷൻസ് കൂടുകയും ആ വൈബ്രേഷൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് ഉള്ള ആഹാര സാധനങ്ങളിലാണ് ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ തീർത്തും ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനം മൈക്രോവേവ് അവനിൽ എഫിഷ്യൻ്റായിട്ട് ചൂടായിട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേക്ക്, ബണ്ണ്, ബ്രെഡ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാൻ ഓവൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മൈക്രോവേവ് ഓവനിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പാത്രങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ അലുമിനിയം, സ്റ്റീൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പവറിലുള്ള മൈക്രോവേവ്സ് ആണ് ഇതിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആർക്കിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പാത്രം ഒരു ഷീൽഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ഫുഡിലേക്ക് മൈക്രോവേവ് എനർജി ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങ് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ ഗ്ലാസ്, സെറാമിക്കൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. സെറാമിക് എന്ന് പറയുമ്പോഴേക്കും അതിന് മൈക്രോവേവ് അവന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സെറാമിക്കാണ് ഉപയോഗിക്കേണ്ടത്. വാട്ടർ കണ്ടന്റ് ഉള്ള സാധാരണ സെറാമിക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ ഈ മൈക്രോവേവ് ഓവൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, നമുക്കിപ്പം ഒരു സൈഡ് മാത്രം നല്ല രീതിയിൽ മോചിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് യൂണിഫോം ആയിട്ടായിരിക്കും ആഹാരത്തെ വേവിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങളൊന്നും ഇതിനകത്തേക്ക് കയറ്റുകയോ വേണ്ട. പിന്നെ റേഡിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നല്ല ഷീൽഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അത് കാരണം പുറമേലേക്ക് റേഡിയേഷൻ പോകുന്നുള്ള പേടി വേണ്ട. ഇനി എന്തെങ്കിലും ഗതികേടിന് ഇതിനകത്ത് സെൻസറോ എന്തെങ്കിലും കേടായി നമ്മൾ തുറക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റേഡിയേഷൻ മൂലമുള്ള പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് കണ്ട ഒരു സംഗതിയാണ് എയർ ഫ്രയറുകൾ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയുടെ സഹായം ഇല്ലാതെ കുക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള മാംസവിഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ എയർ ഫ്രയർ നല്ലതാണ്. പകരം നമ്മൾ ആ ഭക്ഷണ സാധനത്തിലെ ജലാംശവും എണ്ണമയമൊക്കെ ഉപയോഗപ്പെടുത്തി അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് മുരിച്ച് കിട്ടും. പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാ ആഹാര സാധനങ്ങളും എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തട്ടിപ്പിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, അതിൽ ചെന്ന് പെടാതിരിക്കുക. അതായത് പ്ലാസ്മ കുക്കറുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ സഹായമില്ലാതെ കറണ്ട് കുത്തി ഓണാക്കി നല്ല നീല ഫ്ലെയിമിൽ പാചകം ചെയ്യാൻ പറ്റുന്നുള്ള അഡ്വർടൈസ്മെൻറ്റോടുകൂടി ഇഷ്ടം പോലെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോഴും 100% സക്സസ് ആയിട്ടില്ല. വളരെ കുറഞ്ഞ രീതിയിലുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലാസ്മ ലൈറ്ററുകൾ, അതായത് ചെറിയ ആർക്ക് ഉണ്ടാക്കിയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ എയർ അയണൈസ് ചെയ്തിട്ട് തീ പിടിപ്പിക്കുന്ന സാധനം. ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തീപ്പെട്ടി. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷനകത്ത് അതിപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ഇൻഡസ്ട്രി റേഞ്ചിൽ ഹൈ പവറിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10,000-കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്. ആ ഒരു സാധനം ഒരിക്കലും 1000 രൂപ താഴെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്ന വളരെ വില കുറഞ്ഞ തട്ടിപ്പിന് ചെയ്യാവുന്ന സാധനങ്ങൾ നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ കാണാം അതിനകത്ത് ചെറിയൊരു ഗ്യാസ് വെച്ച് റീഫിൽ ചെയ്യാവുന്നത്. അത് കറണ്ട് കൊടുത്ത് ഒരു ട്രിഗർ ചെയ്യിപ്പിച്ച് ഓണാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള ഒരു പ്ലാസ്മ കുക്കറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ്, ഹൈ ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങൾ ഒരു ഗ്യാപ്പിലൂടെ കടത്തി വിടുമ്പോഴേക്കും അവിടെ ഒരു ആർക്ക് സൃഷ്ടിക്കുന്നു. ആർക്കിൻ്റെ സഹായത്തോടുകൂടി എയർ അയണൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ചൂട് വെച്ച് പാചകം ചെയ്യുന്ന ടെക്നോളജിയാണത്. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറാണ്, വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ചൂടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇത്ര വലിയൊരു സർഫസ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ചൂട് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രം ടെക്നോളജി അതിൻ്റെ വളർന്നിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനു വേണ്ടിയുള്ള റിസോഴ്സസും വളരെയധികം കൂടുതലായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ പ്ലാസ്മ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെയൊക്കെ CRT TV ഓൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ, അതായത് ഈ ഓസോൺ ഗ്യാസിൻ്റെ മണം, അതൊക്കെ വരും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈ വോൾട്ടേജുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അടുക്കളയിൽ എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളതൊക്കെ പരീക്ഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്കിംഗ് ടെക്നോളജി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തരം അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തോളൂ. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.